ഹായ് ഫ്രണ്ട്സ്, ഞാനിത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വീഡിയോസ് ഭയങ്കര ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടയ്ക്ക് ഫുൾ മഞ്ഞ് വീഴ്ചയായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മഞ്ഞ് വീഴ്ച അങ്ങ് മാറിയപ്പോൾ കുറച്ച് ഗ്യാപ്പ്, വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവിടെ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും കാറ്റ്. നമുക്ക് അലേർട്ട് മെസ്സേജൊക്കെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് ഇതും ഓവർകം ചെയ്ത് നമ്മൾ ജോലിക്ക് പോവുക വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കാറ്റിൽ പൊടി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ വയ്യാണ്ട് വന്നു, കോൾഡും ഒക്കെയായി. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തു. ഇന്നിപ്പോൾ ഓക്കെയായി. അങ്ങനെ കുറച്ച് നാളായിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാനൊന്ന് മടിച്ചത്. എനിക്ക് സൗണ്ടൊന്നും തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഓക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണിത്. അപ്പോൾ അവർ പുതിയതായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട് അവർ. അപ്പോൾ അവനാണ് എനിക്കിത് അയച്ചു തന്നിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് വേണമെങ്കിൽ കിട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നാണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ വർക്കറായിട്ടാണ്. അപ്പം അവിടെ ഫുഡ് ഇൻഡസ്ട്രിയാണ്. പക്ഷേ ജോലി എങ്ങനത്തെ ടൈപ്പാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ക്രൊയേഷ്യയിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അവർ എനിക്ക് മെയിൽ അയക്കുകയോ എനിക്ക് മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യുക. കൂടുതലും മെയിലായിരിക്കും ഞാൻ നോക്കുന്നത്. മെസ്സേജ് ഞാൻ അങ്ങനെ നോക്കാറില്ല. FBയിൽ മെസ്സേജ് അയക്കുന്ന കാര്യമായിട്ടോ പറയുന്നത്. അപ്പോൾ മെയിലായിരിക്കും ഞാൻ കൂടുതൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ താല്പര്യമുണ്ട്. അത് പിന്നെ ജോലി എങ്ങനത്തെ ടൈപ്പായിരിക്കും, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കണ്ട, നിങ്ങൾ അയച്ചോ. കാരണം പ്രൊഡക്ഷൻ വർക്കറാണ്. അപ്പോൾ ഇതിന് ക്വാളിഫിക്കേഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട്, അതായത് ആരോഗ്യമുള്ളവരാണെങ്കിൽ, ആരോഗ്യം മാത്രമല്ല കേട്ടോ, പണിയെടുക്കാനുള്ള മനസ്സുകൂടി വേണം. ഇവിടെ അങ്ങനെയുണ്ട്. നമ്മൾ നാട്ടിലെ പോലെ നമ്മളൊരു മുറിക്കകത്തിരുന്ന് പണിയെടുക്കുക അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ഇവിടെ ജോലിക്ക് വരുമ്പോൾ നമ്മൾ പണിയെടുക്കാൻ വീട്ടിൽ തന്നെ പണിയെടുക്കാൻ മൈൻഡ് പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ വരിക എന്നുള്ളതാണ്. ഇവിടെ വന്ന് ജോലി കുറച്ച് കുറഞ്ഞാൽ നമുക്ക് അത്രയും ആശ്വാസമാണ്. പക്ഷെ നമ്മൾ വരുമ്പം തന്നെ നമ്മൾ ഇത്ര നിസ്സാര ജോലി ആയിരിക്കുമെന്ന് കരുതി വരരുത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലി എടുക്കേണ്ടി വന്നാൽ നമ്മുടെ മൈൻഡ് ആകെ ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജോലി കട്ടിപ്പണി എടുക്കാൻ തന്നെ മൈൻഡ് പ്രിപ്പയർഡ് ആയിട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ജോലി ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവും. അതുകൊണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ആരോഗ്യമുള്ളവരുണ്ട്, ജോലി ചെയ്യാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് മെയിൽ അയക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഇതുപോലൊരു വേക്കൻസിയുടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് താഴെ ഫുള്ള് കമൻസ് ചീത്തവിളിയായിരുന്നു എനിക്ക്. കാരണം തട്ടിപ്പാണ്, ഉടായിപ്പാണ്, പൈസ വെട്ടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് കമൻസ് അയച്ചു. പക്ഷേ അതേസമയം എനിക്ക് മെയിൽ എനിക്ക് ഒരുപാട് പേര് എനിക്ക് CV ഒക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്ത് അയച്ചു. അവരത് ഓക്കെ പറഞ്ഞു. പുള്ളി ഇപ്പോൾ കയറി വരാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട്. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ആരും നിർബന്ധിക്കുന്നു ഒന്നുമില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, മനസ്സുള്ളവരുണ്ടെങ്കിൽ, വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ അയക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എടുത്ത് ഓക്കെ എന്ന് തോന്നുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ അവർക്ക് അയക്കും. അവർക്കത് ഓക്കെ ആണെങ്കിൽ അവരത് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവസരങ്ങൾ ആരും അറിയാതെ പോകരുത് എന്ന് കരുതി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.